ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചോളം ഈസ്റ്റർ ഒരു സന്തോഷത്തിൻ്റെ തുടക്കമാണ്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് നടത്തിയ നോമ്പിൻ്റെ ദിനങ്ങൾ ഉയിർപ്പ് തിരുനാളോടുകൂടി അവസാനിക്കുക. കുരിശിൽ തറച്ച് മരിച്ച കല്ലറയിൽ സംസ്കരിക്കപ്പെട്ട ഗുരുവും നാഥനുമായ കർത്താവ് മരണത്തെ തോൽപ്പിച്ച മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാണ് ഉയിർപ്പ് തിരുനാൾ. ഇത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ശിലയും പ്രത്യാശയുടെ ഉറവിടമാണ്. നമുക്കറിയാം, വലിയ കല്ലുകളൊക്കെ ഉരുട്ടി വെച്ച് കെട്ടിയടക്കപ്പെട്ട കല്ലറയിലെ കല്ല് ആര് ഉരുട്ടി മാറ്റുമെന്ന് തമ്മിൽ ചിന്തിച്ച് ആത്മഭാരത്തോടെ പോയവർക്ക് ഇവിടെ കല്ലുകളൊക്കെ നീങ്ങി മാറിയിരിക്കുന്നു. സ്വന്തം ശക്തി കൊണ്ട് ഉരുട്ടി മാറ്റുവാൻ കഴിയാത്ത വലിയ കല്ലുകൾക്ക് സമാനമായ വലിയ പ്രതിസന്ധികളെ നേരിടുന്നവർക്ക് ആശ്വാസവും സമാധാനവും നൽകുന്നതാണ് ഈസ്റ്റർ സന്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ വെറുപ്പിൻ്റെ, ശത്രുതയുടെ, നിർവികാരതയുടെ, സ്നേഹമില്ലായ്മയുടെ കല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയങ്ങൾ തുറക്കുവാൻ ഈസ്റ്റർ ക്ഷണിക്കുന്നു. ദൈവശക്തി ജന്മശക്തിയെ അതിജീവിക്കുന്നതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പ്രത്യാശകൾ നമുക്കറിയാം, പത്രോസുമാരും യൂദാസുമാരും ഒക്കെ നാം കടന്നു വന്ന വഴിത്താരകളിലുണ്ടായേക്കാം. അവയൊക്കെ അതിജീവിച്ച് നിരാശ ബാധിച്ച ഇടങ്ങളിൽ പ്രത്യാശയുടെ കിരണങ്ങൾ പകർന്നു നൽകുന്നതാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇരുട്ടിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് വെളിച്ചത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കുന്നതാണ് ഈസ്റ്റർ ഉയിർപ്പിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. പരാജയം ഒന്നിൻ്റെയും അവസാനമല്ലെന്നും അതിനുമപ്പുറം ഒരു ഉദ്ധാനത്തിന് സാധ്യതയുണ്ടെന്നും ഉയിർപ്പ് നമുക്ക് വെളിവാക്കി തരുന്നു. തിന്മശക്തികളിൽ നിന്നുള്ള വിജയം ജീവന്റെ ആഘോഷമാക്കി മാറ്റുവാൻ ഈസ്റ്റർ നമ്മെ പ്രേരിപ്പിക്കുന്നു. എല്ലാവിധമായ ഈസ്റ്റർ ആശംസകൾ നേരുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.